ഹലോ എവരിവൺ. ആദ്യമേ തന്നെ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ പുതുവത്സരത്തിന്റെ എല്ലാ മംഗളങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. ഈ പുതിയ വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം പൂവണിയുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം വളരെ തിളക്കമാർന്ന ഒന്നായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്കൊക്കെയും ഞാൻ നേരത്തെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പുതിയ പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവാം. ഏതെങ്കിലുമൊക്കെ ഒരു കാര്യമെങ്കിലും എനിക്ക് മാറ്റണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലെങ്കിലും എടുത്തവരായിരിക്കും നമ്മളൊക്കെയും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നമ്മളുടെ ഈ ന്യൂ ഇയറിൽ ഏറ്റവും അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയ ഒരു വിഷയമാണ്. കാരണം പഴയ വർഷത്തില് നമ്മൾ എല്ലാവരും തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എല്ലാം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം കിട്ടുന്നില്ല എന്നല്ലേ. അതുകൊണ്ട് നിങ്ങൾ എടുത്തിട്ടുള്ള ആ റെസൊല്യൂഷന്റെ ആ പുതുവർഷ തീരുമാനത്തിന്റെ കൂടെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റിയ ഈ ഒരു തീരുമാനം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതായത് ടൈം മാനേജ്മെന്റ് സ്കിൽ. നിങ്ങൾ ഈ പുതുവർഷത്തിൽ ഒരു തീരുമാനം കൂടെ എടുക്കുക. എന്താണ്? ഈ ഒരു വർഷം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടും, അല്ലെ ആ രീതിയിൽ ഞാൻ ഇതിനെ മോഡിഫൈ ചെയ്യും. ഒരിക്കലും ഈ വർഷം ഞാൻ സമയം എനിക്ക് ഒന്നിനും തികയുന്നില്ല എന്നുള്ള പരാതി പറയില്ല എന്നുള്ള തീരുമാനം. നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഹൗ ടു മാനേജ് യുവർ ടൈം പ്രോപ്പർലി. എന്താണ് ഈ ടൈം മാനേജ്മെന്റ് സ്കിൽ എന്ന് പറയുന്നത്? നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന മറ്റുള്ള സ്കില്ല് പോലെ തന്നെയാണ് ഈ ടൈം മാനേജ്മെന്റ്. നമ്മൾ ആ സ്കില്ല് പഠിച്ചെടുക്കുകയാണ്, ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ടൈം മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ എഫക്റ്റീവ്നെസ്സും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയും കൂട്ടുന്നെങ്കിൽ മാത്രമേ അതിനെ നമ്മൾ എഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെയ്യുന്ന കാര്യത്തിൽ എഫക്റ്റീവ്നെസ്സും പ്രൊഡക്ടിവിറ്റിയും തീർച്ചയായും ഉണ്ടായിരിക്കണം. നമ്മളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ഒന്ന് വിലയിരുത്തി നോക്കുക. എന്തുകൊണ്ടാണ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സമയം തികയുന്നില്ല എന്നുള്ള ഒരു പരാതി വരുന്നത്? നമ്മളൊന്ന് ഒരു ഫീഡ്ബാക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, പലപ്പോഴും സമയം തികയാത്തതല്ല നമ്മുടെ പ്രശ്നം. ചില വ്യക്തികളെ നമ്മൾ നോക്കിയാൽ അറിയാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്, അവർക്ക് എങ്ങനെ സാധിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അവർക്കും നമുക്കും ഒരു ദിവസത്തെ 24 മണിക്കൂർ തന്നെയാണുള്ളത്, അല്ലെ. ഒരുപാട് ജീവിതത്തിൽ പല പല മേഖലകളിലും പല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യർക്കും അല്ലാതെ ഒന്നും ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞ രണ്ടു കൂട്ടർക്കും മറ്റെല്ലാ കാര്യത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും സമയം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. 24 മണിക്കൂർ തന്നെയാണ് ഒരു ദിവസത്തിലുള്ളത്. അപ്പോൾ പ്രശ്നം എവിടെയാണ്? ഇത് മാനേജ് ചെയ്യുന്നതിൽ എങ്ങനെയാണ് ഇത് ചെലവഴിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ടൈം മാനേജ്മെന്റ് സ്കില്ല് പഠിക്കണമെങ്കിൽ എവിടെയാണ് നമ്മളുടെ സമയം അനാവശ്യമായിട്ട് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുക. അധികം സമയമൊന്നും വേണ്ട, ഞാൻ എവിടെയാണ് എൻ്റെ കൂടുതൽ സമയം ഞാൻ എവിടെയാണ് ചെലവഴിക്കുന്നത്? ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള കാര്യങ്ങൾക്കായിരിക്കും സമയം പോകുന്നത്. കൂടുതലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആളുകളുടെ സമയം പോകുന്നത് സോഷ്യൽ മീഡിയയിലാണ്, അല്ലെ. എപ്പോഴെങ്കിലും ഒരു അല്പസമയം കിട്ടിയാൽ മൊബൈലിൽ നോക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യമൊക്കെ കാണും ഉള്ളില്. പക്ഷെ രാവിലെ എന്ത് സംഭവിച്ചു, കഴിഞ്ഞൊരു രാത്രി ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നറിയാൻ നമ്മളൊക്കെ മൊബൈൽ എടുക്കും. അത് നോക്കി അങ്ങ് ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അത് മണിക്കൂറുകളായി പോകും. പിന്നീട് ആകെ ഒരു വെപ്രാളമാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വ്യക്തികൾ സമയം ചെലവഴിക്കുന്നവർ കാണും. ഇനി ചില വ്യക്തികളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും ഫോണില് വെറുതെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് കൂട്ടുകാരാകാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ച് മണിക്കൂറുകൾ നമ്മൾ സംസാരിച്ച്, അത് ആവശ്യമില്ലാതെ ഉള്ള ഒരു സംസാരമായിരിക്കും. അപ്പൊ അങ്ങനെ സമയം ചെലവഴിക്കുന്നവരോട് ചില വ്യക്തികളാണെങ്കിൽ വെറുതെ ചുമ്മാ പുറത്തേക്കൊക്കെ ഇറങ്ങി അങ്ങ് ആവശ്യമില്ലാത്ത രീതിയിൽ അങ്ങനെയും ഒരുപാട് സമയം. അപ്പൊ നമ്മളുടെ സമയം എവിടെ നമ്മൾ പാഴാക്കി കളയുന്നു, അതും ആവശ്യമില്ലാതെ പാഴാക്കി കളയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ടൈം മാനേജ്മെന്റ് സ്കില്ലിൽ ആദ്യം ചെയ്യേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേക്ക് എ പ്ലാൻ. വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്ത് കാര്യത്തിനും പ്ലാനിങ് വളരെ ആവശ്യമാണ്. അതിന്റെ അർത്ഥം ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള അല്ലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പകരം നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും അറിയാമല്ലോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്ത് തീർക്കും എന്ന് നമ്മളോട് തന്നെ പറഞ്ഞ് ഒരു പ്ലാൻ നമ്മൾ മനസ്സിൽ തയ്യാറാക്കിക്കൊണ്ട് ഇറങ്ങുക. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടുജോലി ചെയ്യുന്ന ഒരു ഹൗസ് വൈഫ് ആണ് എങ്കിൽ നിങ്ങൾക്ക് വേറെ ജോലിക്കെങ്ങും പുറത്തേക്ക് ഇറങ്ങി പോകണ്ട എങ്കിൽ തീർച്ചയായും ആകെ ഒരു ലേസിനെസ്, ഒരു അലസത കാണും. എനിക്കെങ്ങും പോകാനില്ല, പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അടുക്കളയിൽ ചെയ്യാനുള്ള ജോലിക്ക് വളരെ ഒരു ലാഗ് ഇടും. അങ്ങനെ ആ സമയം നമുക്ക് മുഴുവൻ തന്നെ ഈ അടുക്കളയിൽ ചെലവഴിക്കുന്ന വേണ്ടി വരുന്നു. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരും.
അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നും ഇത്ര സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും നമ്മളോട് തന്നെ പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ അടുക്കളയിലെ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ സ്ത്രീകൾ ആണല്ലോ കൂടുതലും. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യാനില്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഒരു 2 മണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ അടുക്കളയിലെ എല്ലാ ജോലിയും ചെയ്ത് തീർത്ത് കിച്ചണിൽ നിന്ന് ഇറങ്ങും എന്നൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് ജോലി ചെയ്യാൻ ആരംഭിച്ചു കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാക്കിയുള്ള ഡിസ്ട്രാക്ഷനിലേക്ക് പോകുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് തന്നെ ഉണ്ട് ഇന്ന കാര്യം ചെയ്യണം. അത് ഈ കാര്യത്തിന് മാത്രമല്ല, നമ്മളൊരു ജോലി എന്തെങ്കിലും ചെയ്ത് തീർക്കാൻ, അല്ലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും എഴുതാൻ, ഒരു അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, നാളെ തന്നെ വെക്കേണ്ടതാണെങ്കിൽ ഞാനത് ഇത്ര സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു ഡിസിഷൻ, ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രാധാന്യമുള്ളത് ഏതാണ്, പ്രാധാന്യം കുറവുള്ളത് ഏതാണ്, അല്ലെങ്കിൽ എനിക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ, അങ്ങനെ പല തരത്തിലാണ് കാറ്റഗറി ഉണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക്, അല്ലെ? അപ്പൊ എപ്പോഴും ഏറ്റവും പെട്ടെന്ന് തീർക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുത്ത് അത് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അതിനേക്കാൾ പ്രയോറിറ്റി കുറഞ്ഞ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇനി ചില കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ അമിതമായി ഉപയോഗിക്കുന്നതല്ല, ആവശ്യമില്ലാതെയുള്ള സംസാരം, ഇങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ചില ഏരിയകളുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നമ്മളെക്കുറിച്ചും നമ്മുടെ സമയത്തെക്കുറിച്ചും അതെങ്ങനെ ചെലവഴിക്കുന്നതിനെ കുറിച്ചൊക്കെയും ഒരു പ്ലാനിങ് ആവശ്യമാണ്. ഇനി മറ്റു ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഈ മൾട്ടി ടാസ്കിങ് ആണ്. അതായത് ചില വ്യക്തികളുടെ ഒരു വലിയൊരു പ്രശ്നമാണ്, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അതിങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത്, അയ്യോ എനിക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്, ഉടനെ അതിലേക്ക് പോകും. അത് കുറച്ചങ്ങോട്ട് ചെയ്തു തുടങ്ങുമ്പോൾ ഓർക്കും, അയ്യോ എനിക്ക് ഇതിനേക്കാൾ പ്രാധാന്യമുള്ള അല്ലെ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ജോലികളും തുടങ്ങിയിടും, ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന്. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ചെയ്യണം. എനിക്ക് ഇതാണ് ഏറ്റവും പ്രധാനമെന്ന് അറിയാമെങ്കിൽ, ഒരു പഠിക്കുന്ന കുട്ടിയാണ്, ആ കുട്ടിക്ക് നാളെ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമുക്കറിയാമല്ലോ, അതാണ് ആദ്യം ചെയ്യുക. അപ്പൊ അത് ചെയ്തിട്ട് വേണം അതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ കാര്യത്തിലേക്ക് പോകാൻ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മൾട്ടി ടാസ്കിങ്, ഓടി നടന്ന് പല കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നത് കുറയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള പ്ലാനിങ് നമ്മളെ സഹായിക്കും. ബ്രേക്ക് ഡൗൺ യുവർ ടാസ്ക്. ചെയ്യാനുള്ള ഒരു കാര്യം അതൊരു വലിയ കാര്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ചെയ്ത് തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ട് കാണും, കംപ്ലീറ്റ് ചെയ്യാനും തുടർന്നുകൊണ്ട് പോകാനും ഒക്കെയും മടിയായിരിക്കും. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യത്തെ ചെറുതായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു അസൈൻമെന്റിന്റെ കാര്യമാണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾക്ക് അത് എഴുതി തീർക്കാറുണ്ട്, ഒരു വലിയ ഒരു ഇതാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ള, അല്ലെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് മാത്രം അത് മൊത്തത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ള ഒരു ചിന്തയാണ് മനസ്സിൽ വരുന്നത്. പകരം കുറച്ച് അതിനെ നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക. ഇപ്പൊ ഒരു അസൈൻമെന്റ് ആണ്, അതിന്റെ ഇത്ര പോർഷൻ ഞാൻ എഴുതും, ഇത്ര സമയം കൊണ്ട് എഴുതും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 20 മിനിറ്റ് റൂൾ എന്ന് പറയുന്ന ആ റൂൾ ഒന്ന് അപ്ലൈ ചെയ്യാം. അതായത് വളരെ സിമ്പിൾ ആണ് ഈ റൂള്. നമ്മൾ അലാം സെറ്റ് ചെയ്ത് 20 മിനിറ്റ്, അത് ഒരു കാര്യം എന്താണെങ്കിലും നിങ്ങൾ ചെയ്യാനുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾ ടൈം സെറ്റ് ചെയ്ത് ഇരിക്കുന്നു, ചെയ്തു തുടങ്ങുന്നു. 20 മിനിറ്റ് ആകുമ്പോൾ സ്വാഭാവികമായോ അലാം അടിക്കും. ആ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ ഓക്കെ. ഇനി അതല്ല, ഇനിയും ഉണ്ട് പെൻഡിങ് ചെയ്യാനായിട്ട്, വീണ്ടും ഇരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്, അതേ ഊർജ്ജത്തോടെ ഇരിക്കാൻ സാധിക്കുന്നെങ്കിൽ വീണ്ടും എഗെയിൻ ഒരു 20 മിനിറ്റ് നിങ്ങൾ അലാം സെറ്റ് ചെയ്ത് എഴുതാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യും. ഇനി അതല്ല, 20 മിനിറ്റ് കഴിഞ്ഞു, മടുപ്പായി, എങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കാം, പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് ശേഷം വീണ്ടും ഈ 20 മിനിറ്റ് നമ്മൾ അലാം സെറ്റ് ചെയ്ത് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ജോലി തീരാനായിട്ട് നമുക്ക് അത് സഹായിക്കും നമ്മളെ. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് കാര്യവും ആ അവസാന നിമിഷം വരെ വെക്കുന്ന ഒരു ശീലം നമ്മളിൽ പലർക്കും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും, ഒരു സബ്മിറ്റ് ചെയ്യേണ്ട ഈ അസൈൻമെന്റുകളുടെ കാര്യമാണേലും അല്ലെ ഒരു പ്രോജക്റ്റ് ഒക്കെ ആയാലും നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡേറ്റ് കാണും, അല്ലെ? അപ്പൊ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഇന്ന ദിവസമാണ് എനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിന്റെ തലേ ദിവസം എഴുതി തീർക്കാമെന്ന്. പലപ്പോഴും പല കാരണങ്ങൾ ഇതിനിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ നമുക്ക് സ്ട്രെസ്സായി പോവും, അല്ലെ? ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രെസ്സുകളാണ്. ജീവിതത്തിന്റെ എല്ലാ ടെൻഷനുകളും അല്ലെങ്കിൽ ആകുലതകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല, പക്ഷെ ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിലൊന്നാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. അപ്പൊ ഒരു ഡേറ്റ് നമുക്കൊരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിന്റെ അവർ പറഞ്ഞതിന്റെ ലാസ്റ്റ് ഡേറ്റ് അല്ല, ഏകദേശം ഒരാഴ്ച മുമ്പെങ്കിലും നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുക, അതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം റിലാക്സ്ഡ് ആണ് മനസ്സ്. അനാവശ്യമായ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കും. ഡീൽ യുവർ സ്ട്രെസ് വൈസ്ലി. ബുദ്ധിപരമായിട്ട് തന്നെ നമ്മൾ നമ്മളുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്ത് ജോലിയും ചെയ്യാനിരിക്കുമ്പോഴും നമുക്ക് ആകെ ഒരു സ്ട്രെസ്
ഫീൽ ചെയ്യാറുണ്ട് കുറച്ചായി കഴിയുമ്പോൾ, അല്ലെ? പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് കാണില്ല, ചെയ്യേണ്ട ഒരു നിർബന്ധിത ഒരു ഇതിൽ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും തുടങ്ങുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന ചെറിയ ചെറിയ ടെക്നിക്കുകൾ, നമുക്ക് അറിയാവുന്ന ഡീപ് ബ്രീതിങ് എക്സസൈസ് അല്ലെങ്കിൽ ചെറിയ മെഡിറ്റേഷനുകൾ പ്രാക്ടീസ് ചെയ്യുക. ഈ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക. നിങ്ങൾ വളരെ സ്ട്രെസ്, ഈ പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, ആകെ മടിയാണ്, പക്ഷെ ചെയ്തേ പറ്റൂ. അപ്പൊ അധികം കോൺസെൻട്രേഷൻ കൊടുക്കാതെ ഇപ്പൊ ഒരു ക്ലീനിങ് ആകാം, ഇപ്പൊ ഉദാഹരണത്തിന് വീട് ഒന്ന് വൃത്തിയാക്കണം, മടിയാണ്, പക്ഷെ അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് അതിന്റെ താളത്തിൽ നിങ്ങളങ്ങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ജോലിയും തീരും, നമ്മുടെ മനസ്സിന് ചെയ്ത് ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല, പകരം ഒരു റിഫ്രഷ്മെന്റ് ഫീൽ ചെയ്യുള്ളൂ. ഇനി ടൈം മാനേജ് ചെയ്യുക എന്ന് നമ്മൾ പലരോടും പറയുമ്പോൾ എല്ലാവരുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് വളരെ ഞാനൊരു സെൽഫ് ഡിസിപ്ലിൻഡ് വളരെ കൂടുതലായിട്ട് വന്ന് എനിക്കൊന്നിനും എൻ്റെ ഇഷ്ടങ്ങൾക്ക് സമയം മാറ്റി വെക്കാൻ കഴിയാതെ എപ്പോഴും എൻ്റെ സമയം ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഓരോ കാര്യം ചെയ്യുക, അങ്ങനെ 24 മണിക്കൂർ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് പോവുക എന്നുള്ള അർത്ഥമല്ല. ബ്രേക്ക് നമ്മൾ എടുക്കേണ്ട സന്ദർഭങ്ങളിൽ എടുക്കുക തന്നെ വേണം. അല്ലെങ്കിലും നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് നമുക്ക് പറ്റില്ല, അല്ലെ? മടുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്കൊക്കെയും. എത്രമാത്രം ഉള്ളിൽ ഉത്സാഹം ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുക്കും. അതോടൊപ്പം നമ്മുടെ ബ്രെയിനിന് റെസ്റ്റിന്റെ ആവശ്യമുണ്ട്. ബ്രെയിന് എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കാനായിട്ട് എന്ത് വേണം, നമ്മൾ കുറച്ച് ഒരു ഉല്ലാസത്തിനും നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ തയ്യാറായെങ്കിൽ അവിടെ നമുക്ക് പിന്നീട് നമ്മൾ ഒരു കാര്യം ചെയ്യാനിരിക്കുമ്പോൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ സമയം മാറ്റി വെക്കുക. അപ്പൊ അനാവശ്യമായ കാര്യങ്ങളുടെ സമയം നമ്മൾ കുറച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സമയം മാറ്റി വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെയൊക്കെയും സമയം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനു വേണ്ടി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ സമയം മാറ്റി വെക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പുതുവർഷത്തിൽ ഒരു തീരുമാനം എടുക്കുക, നോ പറയേണ്ടിടത്ത് നോ പറയാനും ബൗണ്ടറീസ് സെറ്റ്, അതിർവരമ്പുകൾ വെക്കേണ്ടിടത്ത് വെക്കാനും ഞാൻ തയ്യാറാകും ഈ പുതുവർഷത്തിൽ എന്നുകൂടെ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ തയ്യാറാവുക. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് വിളിച്ചേച്ച് നിങ്ങളോട് പറയാണ് നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ എന്ന് പറയാം. നിങ്ങൾക്ക് പോകാൻ തീരെ താല്പര്യമില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ആ വ്യക്തി നമ്മുടെ ആ ഫ്രണ്ടിന് എന്ത് വിഷമമാകും, അല്ലെ ഞാനുമായിട്ടുള്ള റിലേഷൻ എന്താകും എന്ന് കരുതി താല്പര്യമില്ലാഞ്ഞിട്ടും നമ്മളുടെ സമയം അനാവശ്യമായിട്ട് നമുക്ക് സന്തോഷം തരാത്ത ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ശീലം നമ്മളിൽ പലർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താല്പര്യമില്ല എങ്കിൽ മുഷിയാത്ത രീതിയിൽ സംസാരിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അത് എനിക്കറിയില്ല എങ്ങനെയാണ് മറ്റുള്ളവരോട് മോശമല്ലാത്ത രീതിയിൽ സംസാരിക്കുക, എനിക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് പലരും അവരുടെയൊക്കെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കാറുണ്ട്. നമുക്ക് സന്തോഷം തരാത്ത അല്ലെ പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായിട്ട് സമയം ചെലവഴിക്കാതിരിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യത്തിലാണെങ്കിൽ എനിക്കിപ്പോ താല്പര്യമില്ല, പിന്നെ ആട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ബിസിയാണ് എന്ന് പറയേണ്ടടുത്ത് അത് പറയാൻ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരായ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കൂ. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് ഒഴിവാക്കുക എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം അതാണ്, നമ്മൾ ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം നമ്മളുടെ അടുത്ത് വയ്ക്കും, അതിനുശേഷം എപ്പോഴും അതിൽ എന്ത് സംഭവിച്ചു എന്നോ അല്ലെങ്കിൽ മെസ്സേജ് വന്നോ അല്ല അതിന് റിപ്ലൈ എന്തെങ്കിലും വന്നേ കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ എല്ലാ ചെയ്യാനുള്ള കാര്യങ്ങളും പെൻഡിങ്ങിൽ കിടക്കുന്നത്. അതൊരു വീട്ടുജോലി ആയാലും ശരി, അതല്ല ഓഫീസ് വർക്ക് ആയാലും പഠിക്കുന്ന കാര്യം എല്ലാം ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യാനിരിക്കുമ്പോൾ ഈ പറയുന്ന സാധനം മാറ്റി വെക്കുക. ഫോൺ എന്ന് പറയുന്ന സാധനം നമ്മുടെ ആ ജോലി ചെയ്തതിന് ശേഷം അതിനും ഒരു സമയക്രമം നമ്മൾ പാലിക്കാൻ പഠിക്കുക. എപ്പോഴും അല്പസമയം കിട്ടുമ്പോൾ ഈ മൊബൈൽ എടുത്ത് നോക്കുന്ന ശീലം നമ്മൾ പരമാവധി കുറയ്ക്കുക. ഇത്ര സമയം ഞാൻ എൻ്റെ ചെയ്യാനുള്ള കാര്യം, ഇപ്പൊ എന്തെങ്കിലും ഒരു വർക്കാണ് അത് ഞാൻ ചെയ്ത് ഇത്ര സമയത്തിനോട് തീർക്കും, അതിനുശേഷം ഒരു 10 മിനിറ്റ് അല്ല 15 മിനിറ്റ് ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെക്കും. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മൊബൈൽ നോക്കാൻ മാറ്റി വെക്കും എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമുക്ക് 2 പ്രയോജനമുണ്ട്. ഒന്ന്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരാം. ഇത് ചെയ്തിട്ട് എനിക്ക്, കാരണം ചെയ്യുന്ന ജോലിയോട് താല്പര്യം ഇല്ലെങ്കിലും എല്ലാവർക്കും തന്നെ ഈ മൊബൈൽ നോക്കാൻ താല്പര്യം കാണും. അപ്പൊ അതിന്റെ പേരിലാണെങ്കിൽ പോലും നമ്മൾ ആ ചെയ്യുന്ന കാര്യം പെട്ടെന്നൊന്ന് തീർക്കാനായിട്ട് ശ്രമിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും ഉല്ലാസവും ഒക്കെ കൊണ്ടുവരാനായിട്ടും അത് നമ്മളെ സഹായിക്കും. ഡെലിഗേറ്റ് ടാസ്ക് നമുക്കൊക്കെയുള്ള ഒരു വലിയ പ്രശ്നമാണ്. എന്ത് കാര്യവും ഞാൻ ചെയ്താൽ മാത്രമേ ശരിയാകൂ എന്നുള്ള ഒരു ചിന്താഗതി. അതിപ്പോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും സ്ത്രീകൾക്ക് പലപ്പോഴും ഒരു ചിന്ത, ഞാൻ ചെയ്താൽ മാത്രമേ ഇതൊക്കെ ശരിയാവുള്ളൂ, വേറെ ആര് ചെയ്താലും ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ആ ഒരു ലെവലിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. എങ്കിലും ജോലികളൊക്കെ ആണെങ്കിലും നമ്മളൊന്ന്
അവരെ കൊണ്ടും നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ടും കൂടെ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് പ്രയോജനം പലതാണ്. ഒന്ന്, അവരെ നമ്മളൊന്ന് സ്വയം പര്യാപ്തയാക്കാനും കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തോടെ ചെയ്യാനും പഠിപ്പിച്ചെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ജോലികൾ ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കും സമയമൊക്കെ ലാഭിച്ചെടുക്കാനായിട്ട്, അല്ലാതെ എല്ലാം ഒരാളിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കും മടുപ്പ് തോന്നും. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ടാണെങ്കിൽ അല്ലെ വീട്ടിലുള്ള ജീവിത പങ്കാളികളെ എല്ലാം ഷെയർ ചെയ്ത് നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സമയം ലാഭിച്ചെടുക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എപ്പോഴും നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സമയം മിച്ചം കിട്ടുമ്പോൾ ആ ഒരു സമയവും നമ്മൾ ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ അവിടെ തന്നെ നമ്മൾ ടൈം മാനേജ്മെന്റ് സ്കിൽ എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുക്കളയിലെ ജോലി 2 മണിക്കൂർ കൊണ്ട് ചെയ്തു, എന്റെ പണിയെല്ലാം തീർന്നു, ഇനി എനിക്ക് മൊബൈൽ കാണാം അല്ലെങ്കിൽ TV കാണാം എന്ന് കരുതിയാൽ അവിടെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ടല്ല നമ്മളുടെ സമയം മാനേജ് ചെയ്യുന്നത്. പകരം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഏരിയകൾ, ഇപ്പോൾ വീട്ടു ജോലി ചെയ്യുന്ന ഒരു ഹൗസ് വൈഫ് ആണെന്ന് പറഞ്ഞാലും അവർക്ക് എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള പാഷനുള്ള ഏരിയ കാണും, ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കില്ല് കാണും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് വേണം സമയം നമ്മൾ മാറ്റിവെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിന് അർത്ഥം തോന്നുള്ളൂ, അല്ലെ? ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഓരോരോ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഓരോ പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ ദിവസത്തിനും നമുക്ക് നിറം തോന്നുകയുള്ളൂ, അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ തോന്നുകയുള്ളൂ. ഇല്ല എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്നും ഞാൻ ചെയ്യുന്ന ഒരേ കാര്യം, ഇപ്പൊ പല വീട്ടമ്മമാരും പറഞ്ഞൊരു പരാതിയാണ്, എനിക്കെന്താ വീട്ടിലെ ഈ ഭക്ഷണം വെക്കുക, ഇതല്ലാതെ ഒന്നും ഇല്ലെന്ന്. ആര് പറഞ്ഞു? അതൊക്കെ നമ്മളുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. ഏത് പ്രായത്തിലും അല്ലെ ഏത് അവസ്ഥയിലുള്ളവർക്കായാലും ഉയരണമെങ്കിൽ അല്ലെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ ഒരു തടസ്സവുമില്ല. അവിടെ തടസ്സങ്ങളും അല്ലെങ്കിൽ ബൗണ്ടറിയും വെക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മുമ്പോട്ട് പോണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പൊ സമയം കറക്റ്റായിട്ട് നമ്മൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മേഖലകൾ, അല്ലെ പണ്ട് പഠിക്കാൻ മാറ്റിവെച്ച ഒരു കാര്യം, ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക, അല്ലെ എന്തെങ്കിലും കഴിവുള്ള ആളാണ് അതൊക്കെ വികസിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ സമയം വിനിയോഗിക്കുക. അപ്പോൾ നമുക്ക് ഓരോ പുതിയ ദിവസവും ഓരോ പുതിയ തുടക്കമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉത്സാഹത്തോടെ തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ടൈം മാനേജ്മെന്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇന്നുകൊണ്ട് ഞാൻ ഇതങ്ങ് പഠിക്കും, എന്റെ സമയം കൃത്യമായിട്ട് വിനിയോഗിക്കാം, ഞാൻ പഠിക്കും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പോസിബിൾ അല്ല. ഏത് സ്കില്ലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ സമയവും ക്ഷമയും ആവശ്യമുള്ള പോലെ തന്നെയാണ് ടൈം മാനേജ്മെന്റ് സ്കില്ല്. ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ, സ്ഥിരതയോടെ ഉത്സാഹത്തോടു കൂടി എന്നും നമ്മളുടെ സമയത്തിന്, അല്ലെ ഇന്നൊരു ദിവസം അവധിയാണ്, വീക്കെൻഡാണ്, അവധിയാണ്, അതുകൊണ്ട് ഇന്ന് ഞാൻ ആകെ ഒന്ന് ഒരു റിലാക്സ്ഡ് മൂഡിൽ അങ്ങ് ആകെ പോവുകയാണ് എന്ന് കരുതി കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കിയാൽ നമുക്ക് നമ്മുടെ സമയം എന്നും നഷ്ടപ്പെടുത്തി പണ്ട് നമ്മൾ കളഞ്ഞതുപോലെ തന്നെ ആയിപ്പോകും. അതുകൊണ്ട് പുതിയ വർഷത്തിൽ എന്റെ സമയം വിലപ്പെട്ടതാണ്, ഞാനാണ് എന്റെ സമയം എങ്ങനെ വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി നമ്മളുടെ സമയം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ വ്യക്തികൾക്കും അവരായിരിക്കുന്ന ആ മേഖലയിൽ തന്നെ ഉയരാനും അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നതിനപ്പുറം അവർ നേടിയെടുക്കാനായിട്ടും ഒക്കെ നമ്മളെ സഹായിക്കാനായിട്ട് ഈ ടൈം മാനേജ്മെന്റ് സ്കില്ലിന് സാധിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.